ഈശോയിൽ സ്നേഹമുള്ളവരെ, ഏവർക്ക് നല്ലൊരു പ്രഭാതം സ്നേഹത്തോടെ ആശംസിക്കുകയാണ്. ഇന്ന് മാർച്ച് 19 വിശുദ്ധ ഔസേപ്പിതാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുന്ന ദിവസമാണ്. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് നമ്മുടെ ഏറ്റവും നല്ലൊരു ചിന്ത അവൻ നീതിമാനായിരുന്നു എന്നുള്ളതാണ്. ഈ നീതിമാനെ കുറിച്ച് ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമ്മൾ വായിച്ചിട്ടുണ്ട്. ഒരു കുഞ്ഞ് കഥ എൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട്. ഒരു നോവലിൽ ഈ വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് പറയാണ്. ദ ഗോസ്പൽ ഓഫ് ജീസസ് എന്ന് പറയുന്ന ഒരു സുന്ദരമായ യേശുക്രിസ്തുവിൻ്റെ സുവിശേഷം എന്ന് പറയുന്ന ഗ്രന്ഥത്തിലെ ആ എഴുത്തുകാരൻ വലിയൊരു സംഭവം ഇങ്ങനെ ഓടിച്ചിട്ട് പറയുന്നുണ്ട്. വിശുദ്ധ ഔസേപ്പിതാവിനെ കുറിച്ച് പറയാണ്. വിശുദ്ധ ഔസേപ്പിതാവ് ഇങ്ങനെ ഈജിപ്തിലേക്ക് പലായനം ചെയ്ത കുറേ നാളുകൾ അവരിങ്ങനെ ഈജിപ്തിലെ മാതാവും ഉണ്ണീശോയും ഈ ഔസേപ്പിതാവും ഇങ്ങനെ സുന്ദരമായിട്ട് ജീവിച്ചു പോവാണ്. ഒരു ദിവസം ഈ ഔസേപ്പിതാവ് സായാഹ്നത്തിൽ ജോലി കഴിഞ്ഞ് തൻ്റെ മരപ്പണി സാധനങ്ങളും കുട്ടുപൊടിയും പുളിയും ഒക്കെ ആയിട്ട് തിരിച്ച് വീട്ടിലേക്ക് പോകുന്ന വഴിയിൽ രണ്ട് ഭടന്മാർ തമ്മിൽ സംസാരിക്കുന്ന ഒരു സംസാരം കേൾക്കാണ്. ഈ സംസാരത്തിൻ്റെ എന്താണ് ഇവർ പറയുന്നതെന്ന് കേൾക്കാനായിട്ട് മതിലിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ കാതോർത്ത് നിൽക്കുകയാണ് ഈ ഔസേപ്പിതാവ്. പെട്ടെന്ന് കേൾക്കുകയാണ് ഈ ബത്ലഹേമിൽ ഇങ്ങനെ ഒരു കുഞ്ഞ് ജനിച്ചെന്നും ഈ കുഞ്ഞിനെ കൊല്ലാൻ വേണ്ടി ഇവർ ഭയങ്കര വീരസാഹിത്യപരമായ കാര്യങ്ങൾ ചെയ്തെന്നും അതിൻ്റെ ഫലമായിട്ട് കുറേ കുഞ്ഞുങ്ങളെ അവർ കൊന്നൊടുക്കിയെന്നൊക്കെ ഇങ്ങനെ വീരവാദം പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ കുഞ്ഞുങ്ങളുടെ മരണം ഔസേപ്പിതാവിൽ വല്ലാതെ അസ്വസ്ഥത ഉണ്ടാക്കുന്നുണ്ട്. ഔസേപ്പിതാവ് ഒന്നും മിണ്ടണില്ല. പതിയെ ഔസേപ്പിതാവ് ഈ മേരിയും ഉണ്ണീശോയുള്ള ഈജിപ്തിലെ വീടിൻ്റെ ഉള്ളിലേക്ക് പതിയെ കയറി ചെല്ലാണ്. ഉമ്മറത്ത് ഈ ഔസേപ്പിതാവ് ഉണ്ണീശോയ്ക്ക് ഉണ്ട്. ഔസേപ്പിതാവ് ഒന്നും മിണ്ടാതെ അകത്തേക്ക് വീടിൻ്റെ അകത്തളങ്ങളിലേക്ക് ചെന്ന് തൻ്റെ കയ്യിലുണ്ടായിരുന്ന ആ പണി ആയുധങ്ങളെല്ലാം അവിടെ വെച്ചിട്ട് പതിയെ വാവിട്ട് കരയാൻ തുടങ്ങാണ്. മാതാവ് ഈ മേരി ചോദിക്കുകയാണ്, ഔസേപ്പേ താങ്കൾ എന്തിനാണ് കരയണത്? കയ്യിൽ കുഞ്ഞ് കരയുന്നുണ്ട്. എന്നിട്ടും ഈ മാതാവ് പയ്യെ ചങ്കോട് ചേർത്ത് പിടിച്ചിട്ട് ഭർത്താവിനോട് ചോദിക്കുന്ന, ഔസേപ്പ് നീ എന്തിനാ കരയണേ? ഔസേപ്പ് പറയാണ്, നമ്മൾ ആ രാത്രിയിൽ നമ്മുടെ കുഞ്ഞിനെ രക്ഷിക്കാൻ വേണ്ടി അവിടെ നിന്ന് പലായനം ചെയ്തപ്പോൾ ആ രാത്രിയിൽ എത്രയോ കുഞ്ഞുമക്കളുടെ ജീവിതം പൊലിഞ്ഞുപോയി. ആ പോകുന്ന വഴിയിൽ ഏതെങ്കിലും ഒരു വീട്ടിൽ കയറി അവരുടെ ഉമ്മറത്ത് നിന്ന് അവരുടെ വാതിലിൽ മുട്ടിയിട്ട് നിങ്ങളുടെ കുഞ്ഞും അപകടത്തിലാണെന്ന് പറഞ്ഞ് ഒരു കുഞ്ഞിനെയെങ്കിലും രക്ഷിക്കാൻ മേരി നമുക്ക് എന്തേ കഴിയാതെ പോയത് എന്ന് പറഞ്ഞ് വാവിട്ട് കരയുന്ന ഇവനെ നോക്കിയിട്ട് ആ എഴുത്തുകാരൻ പറയാണ്, ഇവനെ നീതിമാനെന്നല്ലാതെ പിന്നെന്താണ് വിളിക്കേണ്ടത്? ഇവനെ നീതിമാനെന്നല്ലാതെ പിന്നെന്താണ് വിളിക്കേണ്ടത്? നമ്മുടെ ജീവിതത്തിൽ അപരൻ്റെ കണ്ണുനീരുകൾക്ക് മേൽ എൻ്റെ സ്നേഹത്തിൻ്റെ കയ്യൊപ്പിടാൻ, എൻ്റെ ജീവിതത്തിൻ്റെ സാധ്യതകൾ സാധിക്കുന്നിടത്തോളം അപരൻ്റെ കണ്ണുനീരുകളോട് ചേർത്ത് വയ്ക്കാൻ കഴിയുന്നവനെ നീതിമാനെന്നല്ലാതെ പിന്നെങ്ങനെയാ വിളിക്കണേ? ഞാൻ മാത്രം രക്ഷപ്പെടണമെന്നല്ല, അപരൻ കൂടി രക്ഷപ്പെടണമെന്ന് ചിന്തിക്കുന്ന ഹൃദയ വിശാലതയുള്ളവന് ശരിക്കും ബൈബിൾ ചാർത്തി കൊടുക്കുന്ന കൃത്യമായ നാമമാണ് നീതിമാൻ. നമ്മളും ഒരു നീതിമാന്മാരായി മാറാൻ ദൈവം നിങ്ങളെല്ലാവരെയും സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.